ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എ സെഞ്ച്വറി ലേറ്റർ എന്ന കവിതയുടെ ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ടൊരു കാര്യം കൂടി പറയുകയാണ്. ഈ വീഡിയോയുടെ സമ്മറി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കണ്ടു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 2 or 3 സെൻറ്റൻസിലാണ് ആൻസർ എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോം എ സെഞ്ച്വറി ലേറ്റർ? എ സെഞ്ച്വറി ലേറ്റർ എന്ന കവിതയുടെ കേന്ദ്ര ആശയം എന്താണ്? This poem is concerned with the struggles of schoolgirls around the world in fighting for their right to an education. ലോകമെമ്പാടുമുള്ള സ്കൂൾ വിദ്യാർത്ഥിനികൾ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനായി പോരാടുന്ന പോരാട്ടമാണ് ഈ കവിതയുടെ കൺസേൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫെർവൻറ്റ് ഡിസയർ ഓഫ് ദ സ്കൂൾ ഗേൾസ്? സ്കൂൾ വിദ്യാർത്ഥിനികളുടെ തീവ്രമായ ആഗ്രഹം എന്താണ്? ആൻസർ, റൈറ്റ് ടു ഗോ ടു സ്കൂൾ ടു ലിവ് ആൻ ഓർഡിനറി ലൈഫ്. സ്കൂളിൽ പോകാനും സാധാരണ ജീവിതം നയിക്കാനുമുള്ള അവകാശമാണ് അവരുടെ തീവ്രമായ ആഗ്രഹം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ വേർഡ്സ് ബസ്സിംഗ്, ഹമ്മിങ് ആൻഡ് മർമർ സിംബലൈസ്? ബസ്സിംഗ്, ഹമ്മിങ്, മർമർ എന്നീ വാക്കുകൾ എന്തിനെ പ്രതീകപ്പെടുത്തുന്നു? ആൻസർ, എവേക്കനിങ് ഓഫ് എ റെബല്യൻ. ഒരു കലാപത്തിൻ്റെ ഉണർവിനെയാണ് ഈ വേർഡ്സ് സിംബലൈസ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷീ ടേക്സ് ദ ബുള്ളറ്റ് ഇൻ ദി ഹെഡ്. ഹൂ ഈസ് ഷീ? അവളുടെ തലയിൽ ബുള്ളറ്റ് കൊള്ളുന്നു. ആരാണവൾ? മലാല യൂസഫ്സായി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വൺ റൈറ്റ് ദാറ്റ് എ ഗേൾ ഏൺസ് ഫ്രം സൊസൈറ്റി? ഒരു വിദ്യാർത്ഥിനി സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു അവകാശം എന്താണ്? ആൻസർ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. ഇത് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ഡ്രോ എ കമ്പാരിസൺ ബിറ്റ്വീൻ സ്കൂൾ ഗോയിങ് ഗേൾസ് ആൻഡ് സോൾജിയേഴ്സ്? സ്കൂളിൽ പോകുന്ന കുട്ടികളെയും സൈനികരെയും കവി താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, the school-going girls are compared to soldiers and the school environment to a battlefield. This suggests a sense of struggle or conflict within the educational setting. The school bell, typically associated with the start of a lesson, is portrayed as a call to battle. Each step toward education is a step into a potentially challenging or hostile environment, highlighting the difficulties students face in their academic journey. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ പട്ടാളക്കാരോടും സ്കൂൾ പരിസരത്തെ യുദ്ധക്കളത്തോടും ഉപമിക്കുന്നു. ഇത് വിദ്യാഭ്യാസ ക്രമീകരണത്തിനുള്ളിലെ പോരാട്ടത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ലെസൺ, അതായത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ബെല്ലിനെ യുദ്ധക്കളത്തിലേക്കുള്ള വിളിയായാണ് ചിത്രീകരിക്കുന്നത്. വിദ്യാഭ്യാസത്തിലേക്കുള്ള ഓരോ ചുവടും വെല്ലുവിളികൾ നിറഞ്ഞതോ പ്രതികൂലമോ ആയ അന്തരീക്ഷത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. വിദ്യാർത്ഥിനികൾ അവരുടെ അക്കാദമിക് ജേണിയിൽ നേരിടുന്ന ഡിഫിക്കൽട്ടീസ് ആണ് എടുത്തു കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ സ്കൂൾ ഗേൾസ് ഹോപ്പ് ടു അറ്റൈൻ ദെയർ റൈറ്റ്സ്? സ്കൂൾ വിദ്യാർത്ഥിനികൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ആൻസർ, ബൈ എഡ്യൂക്കേറ്റിംഗ് ദംസെൽവ്സ്. ദർ ഈസ് എ സെൻസ് ഓഫ് സോളിഡറിറ്റി ആൻഡ് യൂണിറ്റി among the school girls. They are collectively taking a stand, not just for themselves, but for the right to education and to lead a normal life. സ്വയം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ ഐക്യവുമുണ്ട്. തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വിദ്യാഭ്യാസത്തിനും സാധാരണ ജീവിതം നയിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടിയാണ് അവർ കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ടു മലാല യൂസഫ്സായി? മലാല യൂസഫ്സായിക്ക് എന്ത് സംഭവിച്ചു? ആൻസർ,
Malala Yousafzai is a Pakistani female education activist and the 2014 Nobel Peace Prize laureate. She advocated for the education of women and children in her native homeland, Swat, where the Pakistani Taliban had at times banned girls from attending school. On 9th October 2012, while on a bus in a Swat district after taking an exam, Yusuf Sai and two other girls were shot by a Taliban gunman in an assassination attempt. She was struck in the head by a bullet. The attempt on her life sparked an international outpouring of support. After her recovery, Yousafzai became a more prominent activist for the right to education. മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാൻ വനിതാ വിദ്യാഭ്യാസ പ്രവർത്തകയും 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ജേതാവുമാണ്. പാകിസ്ഥാനിൽ താലിബാൻ ചില സമയങ്ങളിൽ പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്നതിന് വിലക്കിയിരുന്നു. മലാല യൂസഫ്സായി കുട്ടികളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി വാദിച്ചു. 2012 ഒക്ടോബർ 9 പരീക്ഷ കഴിഞ്ഞ് സ്വാത് ജില്ലയിൽ ബസ്സിൽ പോകുമ്പോൾ മലാല യൂസഫ്സായിയെയും മറ്റ് രണ്ട് പെൺകുട്ടികളെയും ഒരു താലിബാൻ തോക്കുധാരി വധശ്രമത്തിൽ വെടിവെച്ചു. ഒരു വെടിയുണ്ട അവളുടെ തലയിലേറ്റു. അവളുടെ വധശ്രമം അന്താരാഷ്ട്ര പിന്തുണയുടെ ഒഴുക്കിന് കാരണമായി. സുഖം പ്രാപിച്ചതിന് ശേഷം യൂസഫ്സായി വിദ്യാഭ്യാസ അവകാശത്തിനായുള്ള കൂടുതൽ പ്രമുഖ പ്രവർത്തകയായി. Fourth question. What advice does the poet want to give to the school girls? സ്കൂൾ പെൺകുട്ടികൾക്ക് കവി എന്ത് ഉപദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ആൻസർ: ടു ട്രൈംഫ് ഓവർ അഡ്വേഴ്സിറ്റി, ടു ഗെയിൻ എഡ്യൂക്കേഷൻ അണ്ടർ എനി സർക്കംസ്റ്റൻസസ്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ, ഏത് സാഹചര്യത്തിലും വിദ്യാഭ്യാസം നേടുന്നതിനും. ഇത് രണ്ടുമാണ് പോയറ്റിന് ഗേൾസിന് കൊടുക്കുന്ന അഡ്വൈസ്.